സ്വർഗീയ ഭവനത്തിൽ ഞങ്ങൾക്കായി വാസസ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുന്ന കർത്താവീശും ശിഹായെ, ഞങ്ങളോടുകൂടി വസിക്കാൻ തിരുമനസ്സായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അമ്മയെ നൽകിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമലോത്ഭവയായ പരിശുദ്ധ അമ്മയെ നിന്റെ പുത്രനായ മിശിഹായുടെ മാർഗത്തിൽ എന്നും ചരിക്കുന്നതിനും അവസാനം സ്വർഗത്തിൽ നിന്നോടൊപ്പം ത്രിയേക ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയം എന്ന അമരോത്ഭവത്തിന്റെ സ്തുതിക്കായി സ്ഥാപിതമായിരിക്കുന്ന പാറയിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്റെ മാധ്യസ്ഥം തേടി വരുന്ന മക്കളായ ഞങ്ങൾക്ക് നീ തുണയായിരിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകളും ആവശ്യങ്ങളും നിന്റെ തിരുക്കുമാരന് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തീർത്ഥാടന കേന്ദ്ര നവീകരണത്തിനായുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും സഫലമാക്കണമേ. ഇവ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും കാരണമാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.